നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സർക്കാരിന്റെ തിരിച്ചടി. കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം ഉറപ്പാക്കിയ ജനകീയ പദ്ധതി പാളി. സബ്സിഡി ഇല്ലാതാക്കിയതും ഒരു ഊണിന് 20 രൂപയിൽ നിന്ന് 35 രൂപ വില വർധനവ് നിശ്ചയിച്ചതും പദ്ധതിയുടെ താളം തെറ്റിച്ചു. ഹോട്ടൽ നടത്തിയിരുന്ന കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സർക്കാർ നൽകാനുള്ളത് ലക്ഷങ്ങളുടെ കുടിശ്ശിക. കറണ്ട് ബില്ലും വാടകയും നൽകുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിലും ഈ ഇനത്തിൽ ബില്ലുകൾ സമർപ്പിച്ചിട്ടും കുടിശ്ശിക ബാക്കി നിൽക്കുകയാണ്. കരുവന്നൂർ കള്ളപ്പണം കേസിൽ CPIMന് കുരുക്കുമുറുകുന്നു. കരുവന്നൂർ കള്ളപ്പണം കേസ് ഇടപാടിൽ ED ഈ മാസം അവസാനത്തോടെ കുറ്റപത്രം സമർപ്പിക്കും. 1 ഡസനോളം CPIM നേതാക്കൾ ഇതിൽ പ്രതികളാകുമെന്നാണ് സൂചന. CPIM സംസ്ഥാന സമിതി അംഗങ്ങളായ AC മൊയ്തീൻ, MK കണ്ണൻ, MM വർഗീസ് എന്നിവരെ ED ചോദ്യം ചെയ്തിരുന്നു. K രാധാകൃഷ്ണൻ സാക്ഷിയായേക്കുമെന്നും സൂചനകളുണ്ട്. പൂച്ചയെ രക്ഷിക്കാൻ റോഡിലിറങ്ങിയ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. തൃശൂർ മണ്ണുത്തിയിൽ റോഡിൽ കുടുങ്ങിപ്പോയ പൂച്ചയെ രക്ഷിക്കാൻ ബൈക്ക് നിർത്തി റോഡ് മുറിച്ചു കടന്ന സിജോ എന്ന യുവാവാണ് കാറിടിച്ച് മരണപ്പെട്ടത്. ഇന്നലെ രാത്രി 9:30 സംഭവം. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുത്തു. എർത്ത് വയറിൽ നിന്ന് ഷോക്കേറ്റ് 6 വയസ്സുകാരൻ മരിച്ചു. മാവേലിക്കര. അവധിക്കാലം ആഘോഷിക്കാൻ സഹോദരിയോടൊത്ത് അമ്മ വീട്ടിലെത്തിയ ഹാമീൻ എന്ന 6 വയസ്സുകാരനാണ് കുഴിയാനയെ പിടിച്ചു കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ എർത്ത് വയറിൽ നിന്ന് ഷോക്കേറ്റ് മരണമടഞ്ഞത്. കോൺഗ്രസ് ദേശീയ സമ്മേളനം അഹമ്മദാബാദിൽ. 6 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഗുജറാത്തിൽ AICC സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൽ 2 പ്രമേയങ്ങൾ അവതരിപ്പിക്കും. ആക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ പ്രമേയത്തിൽ അന്തർദേശീയ വിഷയങ്ങൾ, ദേശീയ വിഷയങ്ങൾ, സംഘടനാപരമായ വിഷയങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വയനാടിന് കൈത്താങ്ങായി മുസ്ലിം ലീഗ്. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ ഭവനം നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ ശിലാസ്ഥാപനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. 105 കുടുംബങ്ങൾക്ക് 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന 105 വീടുകളാണ് പണി കഴിപ്പിക്കുന്നത്. വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ED. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ED ചോദ്യം ചെയ്യും. SFIO രേഖകൾ കണക്കിലെടുത്തതിനു ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാവാനുള്ള നോട്ടീസ് നൽകും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധിത നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 1 മാസത്തിനകം ചോദ്യം ചെയ്യലുണ്ടാകുമെന്നാണ് വിവരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ VJ ജോയ് UDF സ്ഥാനാർത്ഥിയായേക്കും. നിലമ്പൂർ MLA രാജിവെച്ചൊഴിഞ്ഞതിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ വെട്ടി DCC അധ്യക്ഷൻ VJ ജോയ് സ്ഥാനാർത്ഥിയാവും. ഇതിനെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ ധാരണയായി എങ്കിലും PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുകയുള്ളൂ. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറി. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് തഹാവൂർ റാണ അമേരിക്കൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളിയതിനു ശേഷമാണ് ഈ നടപടികൾ. വർഷങ്ങളായുള്ള ഇന്ത്യയുടെ ആവശ്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരന്മാരിൽ പ്രധാനിയാണ് ഇയാൾ. ഇതിനായി നിയോഗിച്ചിരുന്ന പ്രത്യേക അന്വേഷണ സംഘം തഹാവൂർ റാണയുമൊത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു. പ്രതികാരപ്പോര്. ചൈനയ്ക്ക് മേൽ അധിക നികുതി ചുമത്തി അമേരിക്ക. 104% അധിക തീരുവയാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന 34% അധിക തീരുവ ചുമത്തിയിരുന്നു. ഈ നടപടി പിൻവലിക്കുന്നതിന് അമേരിക്ക ചൈനയ്ക്ക് 24 മണിക്കൂർ സമയം നൽകിയിരുന്നു. ഇതിൽ നിന്ന് ചൈന പിന്മാറാത്ത പക്ഷമാണ് അമേരിക്കയുടെ ഈ പ്രതികാര നടപടി. IPL അപ്ഡേറ്റ്സ്. IPLന്റെ 18ാം സീസണായ IPL 2025-ൽ ഇന്നലെ നടന്നത് 2 മത്സരങ്ങൾ. ആദ്യം നടന്ന കൊൽക്കത്ത ലക്നൌ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് ജയം. രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് 11 നേരിട്ട ചെന്നൈ സൂപ്പർ കിങ്സിന് തോൽവി. ഈ സീസണിലെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുടർച്ചയായ 4ാം തോൽവിയാണിത്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. സൈനിങ് ഓഫ് കൃഷ്ണഗീത. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.